ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഒരു ഡിഫറെന്റ് ആംഗിളിൽ നിന്നാണ് തുടങ്ങുന്നത്, ഡിഷ് വാഷിങ്ങിൽ നിന്ന്. ആദ്യമേ ഡിഷ് വാഷിംഗ് ചെയ്യുന്നതിന്റെ കാരണം ഇന്നലെ രാത്രി നമ്മുടെ എയ്റ എന്തോ വ്യാഴാഴ്ച തുടങ്ങിയ പനിയാണ് അവൾക്ക്. ഇതുവരെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് പറ്റിയെങ്കിൽ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ അവള് രാത്രി മൊത്തം അലമ്പായിരുന്നു. ഇതേപ്പോൾ ഗോൾഡ് കിടന്ന് ഉറങ്ങുക മുകളിൽ. ഇന്നലെ വെള്ളിയാഴ്ച അല്ലേ, ഇന്നലെ പാർട്ടിയോ വെള്ളടിയോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഡിഷസ് ഒന്നും ഇന്നലെ നമുക്ക് ചെയ്യാനും പറ്റിയില്ല. എയ്റ മുട്ട കഴിക്കുന്നില്ല, പക്ഷേ തൈര് കഴിക്കുന്നുണ്ട്. ലെറ്റ് മീ ഫീഡ് സം തൈര്. തൊണ്ടവേന എങ്ങനെ ഉണ്ടാണോ ടെക്സ്ചർ കഴിക്കാൻ? എടാ നീ മതിയടാ, നീ 2 മുട്ട കഴിച്ചു. ഇതൊക്കെ ഇപ്പൊ തീരെ അപ്പൊ തന്നെയാ നിനക്ക് തുപ്പണ. നിനക്ക് തരുന്നില്ല, പോടുന്നു. നിനക്ക് ഞാൻ തരില്ല ബഹു. ഇപ്പോൾ അവൾക്ക് പനിക്കണമൊന്നുമില്ല. അവളെന്നെ എസ്മേനോട് ഉറക്കി കിടത്തി. ഇതിന് ഉറക്കട്ടെ, നല്ല ഉറക്കം വരില്ലേ? എന്നിട്ട് കയ്യില്ലേ ഇറക്കുമ്പോഴേക്കും എണീറ്റ് പോരല്ല കേട്ടാ. 1 മണിക്കൂർ ഉറങ്ങിക്കോളെ. നിങ്ങൾക്ക് ഇവിടെ എണീറ്റിട്ട് IASന്റെ പണിയൊന്നും ബാക്കിയില്ല. ഉറങ്ങിക്കോ. പത്തര നല്ല സൂപ്പർ ടൈമാണ്. രണ്ടുപേരും ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉറങ്ങും. ഒരു പാട്ട് പാടി തീരുമ്പോഴേക്കും ഉറങ്ങും. പക്ഷെ 10:30 ഉറങ്ങി എണീക്കാത്ത ഒരു ബേബി ഉണ്ട് ഇവിടെ, വലിയൊരു ബേബി. എഴുന്നേറ്റാ? വെളിച്ചം വരട്ടെ എന്ന് അവനാരും ചെയ്തു. വെളിച്ചം വന്നു. കണ്ട, അങ്ങനെയാണ്. ഈ ഒരു ഒറ്റ വഴിയില്ലാണ്ട് വേറെ വഴിയില്ല വെളിച്ചം വരാൻ. എല്ലാം ഓർക്കണം. ഞങ്ങളിന്ന് ലഞ്ചിന് പുറത്തേക്ക് പോവാണ് കേട്ടാ. ഇന്ന് പുറമെ പോയിട്ട് ലഞ്ച് കഴിക്കണമെന്ന് ഗോൾഡൻ പറഞ്ഞു. ഇന്ന് പിന്നെ ഞങ്ങൾക്ക് പ്രദർശനത്തിന് കൊണ്ടുപോകാനായിട്ട് 2 ആൾക്കാരുണ്ട് ഇവിടെ. ഇത് മറ്റേ ഐറിഷുകാർ ഇപ്പൊ വരുന്ന പച്ചയും ചുവപ്പ് ഇടണേ. സെന്റ് പാട്രിക്സ്. ഇത് കണ്ടു നമ്മുടെ പള്ളിയിൽ പ്രദർശനത്തിന്. ഞങ്ങൾ ആക്ച്വലി ഐ ലവ് UAE ഉടുപ്പാണ്, പക്ഷെ പ്രദർശനത്തിന്റെ ഡ്രസ്സ് പോലെയാണ് ഈ ഡ്രസ്സ്. ഒരു സ്വർണത്തിന്റെ ഒരു കുരിശൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന എന്താ പറയാ, ഞാൻ മറന്നു പോയിക്കോട്ടെ. നീ ഓർക്കണ്ട. ഞങ്ങള് ഇവളെന്നെ എയ്റനെ വിളിച്ച് ചോദിച്ചിട്ടാ ഹോസ്പിറ്റലില്. അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൾക്ക് ആക്ച്വലി 5 ഡേയ്സ് വെയിറ്റ് ചെയ്യേ. ആക്ച്വലി ഷീസ് ഫീഡിങ് അതൊക്കെയല്ലേ. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാണുമായിരിക്കും. സോ അപ്പൊ ആ ഇൻഫെക്ഷനെ അവളുടെ ബോഡി ഫൈറ്റ് ചെയ്യണതാണ്. സോ കീപ്പ് ഓൺ ഗിവിംഗ് പെനഡോൾ പണിക്കണ സമയത്ത് ആസ് ലോങ് ആസ് ഷീസ് ഫീഡിങ്. വേഴ്സ്റ്റ് ആവാൻ തോന്നുന്നുണ്ടോ അല്ല, ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ അപ് ടു 5 ഡേയ്സ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലഞ്ച് ടൈം ദെൻ. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. ഇന്ത്യയും പ്രിങ്ങോന്റെയും ഇന്ന് ഡ്രസ്സ് ഒന്നാ. പ്രിങ്ങ് ഒന്ന് കാണിച്ചെടുത്തടാ. പ്രിങ്ങ് പിണങ്ങിയിട്ടാടിയിട്ട് ഒരേ ഡ്രസ്സ് ഇട്ട് തന്നെ. അമ്മ പ്രിങ്ങാ അങ്ങനെയാണെങ്കിൽ എസ്മേറ ഒന്നാണല്ലോ. എസ്മേറി ഒന്നാ, പക്ഷെ നേരെ നഗരി കാണിക്കാൻ പോവാന്ന് മാത്രം. മറ്റേ കൊടി പിടിച്ചിട്ട് ടക്കടക്ക മോടപ്പിങ്ങ. അതെ, നാളെ സൈക്ലോണാ. ചെറുതായിട്ട് വിൻഡ് നിങ്ങക്ക് കാണാണ്ടാവും. ഇത് കണ്ട, ചെറുതായിട്ട് വിൻഡ് കൂടെ ഹിറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ട, ഈ മരം എല്ലാം കൂടെ ഇളകുണ്ട്. ചെവിയിലൊക്കെ കാറ്റടിക്കുന്നുണ്ട്. ഗോൾഡേ സൈക്ലോൺ ഇപ്പൊ അടിക്കുന്നത്. നിന്റെ ഉടുപ്പൊക്കെ പൊന്തി പോകുന്നത് തോന്നണേ. അടിയിൽ മറ്റേ സാധനം ഇട്ടിട്ടില്ലേ? ഏത് പടയപ്പ? പടച്ചട്ടയൊക്കെ ഇട്ടിട്ടില്ല വെച്ചെങ്കിൽ പണി പാളു. പ്രിങ്ങാ കോച്ചാ, നിന്റെ ഉടുപ്പ് കാണിച്ചു കൊടുക്കറാ. എന്റെ ഡാഡയുടെ കളറിലെ ഉടുപ്പ്. സി, താങ്ക് യു മാം. നമ്മള് ഇവിടേക്കാണ് വരണേ. നമ്മുടെ അടുത്തുള്ള ഒരു ടാക്സ് സ്മിത്തിൽ പോണോ? ഓക്കെ. ഞാൻ എപ്പോഴും ഇങ്ങനെ വരുന്ന സമയത്ത് സ്ഥലം മാറ്റും. ഇവര് പറയുമ്പോൾ ആ സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. നമുക്ക് അങ്ങനെ ആണുങ്ങൾക്ക് മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ഏതെങ്കിലും ഈ പെണ്ണുങ്ങൾ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ചെല്ലുമ്പോൾ എന്നിട്ട് ആണുങ്ങളോട് ഇപ്പൊ നമ്മൾ പറയണം, ഓക്കെ നിങ്ങൾ പിക്ക് ചെയ്തോ, അപ്പൊ ഞങ്ങളുടെ തലയിലേക്ക് കിട്ടും. ഇല്ല, ഞാനത് പറയാല്ല. നീ പറ. അപ്പൊ ഞാനൊരു സ്ഥലം പറഞ്ഞ മോൻ എന്തിനാണ് പിന്നെ മാറ്റണത്? മോനെ, ഞാൻ ഇവിടെ ഒരു റെസ്റ്റോറന്റ് പറഞ്ഞു, മോനെ വേറെ 2 എണ്ണം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ചുറ്റിലും റെസ്റ്റോറന്റ് ഉള്ള കാരണല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ. പറയണ്ടാന്ന്. ഇവിടെ ചുറ്റും റെസ്റ്റോറന്റ് ആണ് ഗൈസ്. നല്ല രസം. ബാക്കിലെ ചിത്രങ്ങളും നിങ്ങളിരിക്കണതും കളേഴ്സും നിന്റെ മുഖത്തേക്ക് ഇവിടെ നിന്ന് പറഞ്ഞ ലൈറ്റ്, പ്രിങ്ങോന്റെ ഉടുപ്പ്, ബാക്കിലത്തെ സൈക്കിള്. എന്താ ഓർഡർ ചെയ്തേ? നീ എന്താ ഓർഡർ ചെയ്തേ? നമ്മൾ അന്ന് കഴിച്ചോണ്ടിരുന്ന ചിക്കൻ എന്നായിരുന്നു? നീ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ. ഞാൻ നോക്കട്ടെ. ഞാൻ ഓർഡർ ചെയ്ത് ബർഗർ ആട്ടാ. ട്രിപ്പിൾ പാരി, ബ്യൂട്ടിഫുൾ. നമുക്കധികം കച്ചട സാലഡ് അങ്ങനെ സാധനം ഒന്നുമില്ല. ജസ്റ്റ് ചീസും പിന്നെ ബണ്ണും ഇതേ ഉള്ളൂ. ഗോൾഡ് എന്തൊരു സാധനം? മോzzarella cheese അതിന്റെ ഉള്ളില് ബ്രെഡാ
എല്ലാം നശിപ്പിക്കല്ലേ, അടി കിട്ടും മോന്. ആ ഇത് പിള്ളേർ കഴിച്ചോളൂ. ഓ ജസ്റ്റ് ചീസ്. ഓ ഇറ്റ്സ് ലൈക്ക് എ ചീസ് ആൻഡ് ആലപ്പിനോ പോപ്പോസിന്റെ വേറെ വേർഷനാണത്. വെയിറ്റ് ചൂടാണ് പിങ്ങോ. എല്ലാരും ട്രൈ ചെയ്യാനായിട്ട് അറിയായിരുന്നു ടേസ്റ്റാന്ന്. നല്ല കളർ. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? ഫാസ്റ്റിങ് ഞാൻ ആദ്യം തന്നെ ഈ എന്റെ ഫാസ്റ്റിങ് ഞാൻ ക്രാപ്പ് വെള്ളം വേണം. വെള്ളം നല്ല ബർഗറാണ്. പക്ഷെ എൻ്റെ ബർഗർ ഫ്യൂർ ബർഗർ പിങ്ങത് കുറച്ച് കുറഞ്ഞു പോയില്ല. 1/2 കിലോ കാബേജും വറുത്ത ചിക്കനും. കാബേജ് അവിടെ. ഹാപ്പി ബർത്ത്ഡേ പിങ്ങു. ഇതിന്റെ ചീസ് എന്റെ വയറ്റിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് പൊന്തി വരുന്നുണ്ടല്ലോ മോനെ. എങ്ങനെയുണ്ട് പിങ്ങ? ചൂടുണ്ടാ? ഓ തരാം. എന്ത് തൈരിൽ മുക്കിട്ട് തരണ്ട. തൈര് ഏതാ? ബീഫിന്റെ ഫാനാണ് കേട്ടോ ഇവള്. ബീഫ് ഫാൻ. അന്നത്തെ ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ് പോയില്ല ഇവിടുത്തെ. നമ്മളപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നില്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ ഹെൽത്തി ആവാൻ തീരുമാനിച്ചു. ഭയങ്കര കൊടുങ്കാറ്റടിക്കണേ. എച്ചമുട്ടിൻ്റെ മുടിയൊക്കെ കണ്ട. കടയിൽ പോയി ഐസ്ക്രീം കഴിക്കുന്നില്ലല്ലോ. കണ്ണടക്കി ഐസ്ക്രീം മണക്കാന്ന് അടിച്ചു. ഐസ്ക്രീം സത്യം പറഞ്ഞ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. ഐസ്ക്രീം ആപ്പിൾ സിറപ്പും. എന്റെ സ്പൈസ്ഡ് ആപ്പിൾ ആയിരുന്നു. അതിനകത്ത് ആപ്പിളും ഇല്ല സ്പൈസും ഇല്ല. കൊള്ളൂല ഐസ്ക്രീം. ഇന്നത്തെ ഫുഡ് മൊത്തം അലമ്പായിരുന്നു കഴിച്ചത്. സോസ് ബബിൾ ഗം നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാന്ന്. ഭയങ്കര കാറ്റായി തുടങ്ങിയിട്ടാ. ഈ ആഴ്ച ഹണ്ടിന് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോൾ അതെന്താവുകയാണോ? ഫുഡ് ഇങ്ങനെ മേടിച്ചു വെക്കണോ? നാളെ പോയിട്ട് മേടിക്കാം. സൈക്ലോണിന്റെ ഇടയിൽ പോയിട്ട് ഫുഡ് മേടിക്കാം. ചോറുണ്ടാക്കി മതി മോൻ. ഞാൻ ചാവാൻ ആഗ്രഹിക്കില്ലടി നീ. പച്ചച്ചോറ് തിന്നോളൂ അല്ലേ? ഞങ്ങളുടെ ഫാമിലി ടൈം ആട്ടാ. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ 2 മണിക്കൂർ ഉറങ്ങി. അതിൽ 1 മണിക്കൂർ ഞങ്ങൾ തനിയെ ഉറങ്ങും, 1 മണിക്കൂർ ഞങ്ങളുടെ കഷ്ടത്തിൽ വന്നിട്ട് ഉറങ്ങും. അങ്ങനെ പ്രത്യേകതയുണ്ട് ഞങ്ങൾക്കേ. പക്ഷെ ഇനി ഒരു സൂത്രം കാട്ടിയത് കേട്ടോ. ഞങ്ങള് നോക്കിട്ട് ഓൾറെഡി വരുന്നുണ്ട്. അമ്മേടെ അടുത്തേക്ക് ഞാൻ പോയിരിക്കുമ്പോ നോക്കിയോട്ടാ, ഞങ്ങക്ക് ഭയങ്കര ഞാൻ അമ്മയുടെ അടുത്തേക്ക് കൊഞ്ചാണ്. അയ്യോ എൻ്റെ അമ്മ മുത്തു വന്നു. ഇവിടെ മുത്തു വന്നു. ഏറ്റവും പ്രശ്നമുള്ള മുത്താണ് ഈ വരുന്നത്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത കുശുമ്പിന്റെ കൂടാരമുള്ള മുത്തുണ്ട് ഞങ്ങളുടെ കേട്ടോ. അതാണ് ഇത് മുത്തു 1. മുത്തു 2 അറിയാം ഇതൊക്കെ പോയാൽ എവിടെ വരെ പോകുന്നുള്ളത്. അത് കാരണം മുത്തു 2 പതുക്കെ വരുള്ളൂ. മുടി പിടിച്ചു വലിക്കില്ല ആരും. ആൾക്കാരെ ഉപദ്രവിക്കുന്ന പണിയില്ല. തിണ്ണമുടുക്ക് ശ്വാസം മുട്ടുണ്ടാ? ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കണ്ടേ? എന്ത് നീ ഇന്ന് വേണമെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരാളിനെ കൂടെ ഒരുമിച്ചിരിക്കോളെ. എന്ത് നീ എന്നെ നിർത്ത്. എന്റെ മേലെന്ന് വെച്ചേ ഭയങ്കര ഇതാ. ജോബി വരണ്ട. എന്റെ അപ്പന്റെ ചായ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇതിന്റെ പേരാ മാറ്റി ജോബിന്നാക്കി. നൂത്ത് പോണം. പിന്നെ ചെറിയ ട്രംപിന്റെ ലുക്ക് ഉണ്ട്. ട്രംപിന്റെ മുടിയൊക്കെ ഉണ്ട്. നത്തിങ് ആക്ച്വലി നത്തിങ് പ്രിറ്റി മച്ച് ഔട്ട്സൈഡ്. വെതറൊക്കെ നല്ല ചേഞ്ച് ആയി. ഇതെല്ലാം പോവില്ല. ഓറഞ്ചൊക്കെ നാളെ പോവും. ഒക്കെ പോവും. അത് നേരെ ഒന്ന് കെട്ടിയൊക്കെയായിരുന്നു. നിങ്ങള് ഹലോ ഓറഞ്ച് ഈ വീട്ടിലെ ആളല്ലേ? ഓറഞ്ച് പറിക്കണ ഇത് എപ്പത്തെ കാപ്പി ചെയ്തിരിക്കണേ? ഞാൻ നമ്മളെ ഓറഞ്ച് കാണിച്ചു തരാട്ടാ. അതൊരു നല്ല വീഡിയോ ആവും. ചിലപ്പോ നാളെ എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. മിക്കവാറും എല്ലാ ഓറഞ്ചും തന്നെ വീണ് പോവാൻ സാധ്യതയുണ്ട്. വേറെ എന്തെങ്കിലും സാധനം പറന്നു പോണ സാധനങ്ങളൊക്കെ മാറ്റിക്കണമെന്ന് പറഞ്ഞേക്കണ കേട്ടോ. ആ പ്രിങ്ങുവിൻ്റെ അടുത്ത് പുറത്തേക്ക് വെച്ചോ. നാളെ അങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു പോട്ട്. ഇഷ്ടംപോലെ ഓറഞ്ച് ഉണ്ട്. നമുക്ക് നോക്കാം നാളെ എത്ര കുറച്ച് പറിക്കായിരുന്നു മോനെ. കുറച്ച് പറിച്ചൊന്ന്. ആർക്കും വേണ്ട ഓറഞ്ച്. നമ്മുടെ ഈ കുഞ്ഞു മരത്തിൽ ഇത്ര ഉണ്ടാവുമെങ്കിൽ ഒരു വലിയ മരം ഉള്ള ബാന്നാ ഞാനും വരണോ? എസ്മ ഇപ്പൊ താഴോട്ട് ചാടും. ഇല്ല തൊണ്ടയിൽ പോണ ഒരു റിസ്ക് ഞാൻ എടുക്കാറില്ല. ഞാൻ പറിക്കട്ടെ? പറിച്ചോ. എല്ലാം നാളേക്ക് കൊഴിഞ്ഞു പോയി. ഞാൻ വീഡിയോയിലപ്പോ നാളെ കൊഴിഞ്ഞു പോവാൻ നോക്കണ്ടേ? അത് നല്ല കഥ. എല്ലാം പറിക്കണ്ടേട്ടാ. ദേ കുറച്ച് പച്ചയായിട്ടുള്ളത് ഞാൻ അവിടെ നിർത്തും. പച്ച നീ ജസ്റ്റ് ഒരു രോഹിത്തിനും അതുപോലെ തന്നെ അവർക്കും കൊടുക്കാനുള്ള അത്രയും പറിച്ചാൽ മതി. ഇച്ചിരി ഉള്ളത് അതെല്ലാം അങ്ങനെ തൊലി പൊളിഞ്ഞിട്ടാ വരും. അത് ഞാൻ പറഞ്ഞ നീ മൊത്തം പറിക്കേണ്ടടിക്കോളെ.
മൊത്തമല്ല കുറച്ചെണ്ണം പറിക്കട്ടെ ഞാൻ. ഇതൊക്കെ നല്ല പഴുത്ത് കണ്ടമാനുണ്ടത്. നീ എല്ലാം പറിക്കണ അതൊന്നും ഓറഞ്ച് അത്ര പെട്ടെന്ന് വീഴില്ല. ദേ ഇപ്പൊ ഓറഞ്ചിന്റെ തൊലി തിന്നുട്ടാ. അതേ പോണു. ഐ ഇച്ചിരി അത് മതി അത് മതി അത് മതി. മതിയാ? അത് മതി. ഇനി അത് പറിക്കണ്ട. അത് വീണത് വീണോട്ടെ. ഓറഞ്ച് സോർബ ഉണ്ടാക്കായിരുന്നു. ഹായ് നീ മൊത്തം ഭയങ്കര ഓറഞ്ച് കളറ്. മോനിത് പിടിച്ചാ നോക്കട്ടെ എങ്ങനെയാന്ന് മുഖം. അരുത് അരുതെന്ന് പറഞ്ഞാൽ അവള് മോള് പറയും അരുത് 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 താട്ടാ ഓറഞ്ച് ഓറഞ്ച് എൻ്റെ മൈമോന്താ. ഇത്രയും നേരം കാപ്പി കുടിച്ച് നോർമലായിട്ട് ഇരിക്കുന്ന ആളല്ലായിരുന്നേ. ഇപ്പം ഞാൻ ആ ഓറഞ്ച് കഴിച്ചിട്ട് ഒരു ലെസ് ദാൻ 3 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. 3 അല്ല ഒരു 4. നോക്കിയേ ഇത് ഞാൻ എൻ്റെ നോർമൽ അതായത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിൽക്കുമ്പോഴത്തെ വയറാണ് ഈ കാണുന്നത്. ഇപ്പോൾ കമ്പിച്ചു ലൈക്ക് കണ്ട അത്ര പെട്ടെന്ന് ഓറഞ്ച് കഴിച്ചാൽ എനിക്ക് ഗ്യാസ് അടിക്കും. കണ്ടോ ഞാൻ എൻ്റെ ഗ്യാസ് പോയ സമയത്ത് വയറ് കാട്ടിയാ കേട്ടോ. ദിസ് ഈസ് വാട്ട് ഐ ആം ടെല്ലിങ്. ഓറഞ്ച് ഐ കാൻ ഹാൻഡിൽ ഓറഞ്ച്. കാറ്റ് തുടങ്ങിയിട്ടാ ഞാൻ ഇപ്പോൾ അതേ ഓറഞ്ചിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് സ്കൈ ശ്രദ്ധിച്ചത്. സ്കൈയുടെ ഒരു കളർ കണ്ട നിങ്ങൾക്കത് ഈ ക്യാമറയിൽ കറക്റ്റായിട്ട് അറിയണമെന്നറിയില്ല. ഒരു ഓറഞ്ചിഷ് കളർ മൊത്തത്തിൽ വന്നിട്ടുണ്ട് കണ്ട. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ലൗഡ് മ്യൂസിക് കേൾക്കാനുണ്ടോ? ഇങ്ങനെ ആൾക്കാരിനെ ഉപദ്രവിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റികളുണ്ട്, ഇൻക്ലൂഡിങ് നമ്മളെപ്പോലെയുള്ളവരും. എന്ത് ലൗഡാന്ന് നോക്കും. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ആൻഡ് ലിസൺ. ഈ ആഴ്ച ഇപ്പം ഇന്നലെ വെള്ളിയാഴ്ചത്തെ വെള്ളടി നടന്നില്ല. എന്തോ വിഷമം പോലെ. അത് കാരണം വെള്ളടിക്കാനായിട്ട് വീണ്ടും നമ്മൾ രോഹിത്തിന്റെ വീട്ടിലേക്ക് വന്നു. ഇന്ന് നിങ്ങളെന്താ എല്ലാവരും പച്ചയാണല്ലോ. നീ പച്ച, ഞാൻ പച്ച, ഇവൻ പച്ച, എല്ലാവരും പച്ചയെന്ന്. ഇവൻ സ്പ്രൈറ്റ് വരെ പച്ച. വി ഗോ. ഓക്കെ അപ്പൊ ചിയേഴ്സ് ചിയേഴ്സ്. ഇപ്പം വല്ലപ്പോഴേ കഴിക്കാറില്ല കേട്ടോ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ബണ്ട ബർഗാണ്. സോ താങ്ക് യു ദോസ് ഹു ബ്രോട്ട് ദിസ് വൺ ഫ്രം ഓസ്ട്രേലിയ. പിന്നെ അത് മാത്രമല്ല ഈ മുതുക്കന്റെ ഹാപ്പി ബർത്ത്ഡേ അത്ര ഇപ്പം തന്നെ വിളിച്ചു പറയാം എൻ്റെ ഹാപ്പി ബർത്ത്ഡേ വരാൻ. 18 ഉണ്ടാവില്ല. നമ്മുടെ കഴിഞ്ഞ ദിവസം റോസ്റ്റ് ചെയ്ത പോർക്കിന്റെ തല പിച്ചി എടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇനി മൂപ്പിച്ചെടുക്കാം അല്ലേ. അപ്പോൾ ചിയേഴ്സ്. അങ്കമാലിക്കാരിക്ക് ഞാൻ പോർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്താ അച്ചാറാ? അല്ലാണോ പോർക്കിന്റെ തലയാ? നൈസാണോ? വേറെ ടേസ്റ്റ് ആയിരിക്കും. അവന്റെ ബർത്ത്ഡേ കാരണം ചെയ്തതാ അവൻ. അല്ല താങ്ക് യു. അങ്കമാലിക്കാരൻ വേറെ അടുത്തും വരുന്നുണ്ട്. പോർക്കിന് നാണാവും. എല്ലാവരും അഗ്ലി എന്നൊക്കെ പറയണ പോർക്കിന് വരെ നാണാവും. എന്തിനെങ്ങനെ ആട്ടണേ? ഇതെന്ത് ഊഞ്ഞാലോ? പോർക്ക് ചത്തു. ഇവൻ കഴിക്കണ വീഡിയോ ഇട്ട് എനിക്ക് $10 കിട്ടും. അതാ ഇവൻ കഴിക്കണ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ $10 കിട്ടും. നീ ഇത് കഴിച്ചിട്ട് ഛർദിച്ചാ എനിക്ക് $100 കിട്ടും. ഇല്ല ഫീൽ ഇല്ല. നല്ല ഫ്രെയിം അപ്പുറത്ത് ഫ്രൂട്ട്സ് അവിടെ ഇത് നിന്റെ പച്ച ടീഷർട്ട് മാംഗോ മദ്യം ലഫല്ലേ വരുന്ന ഒരു കുൽസിതം. നോക്കട്ടെ ഞാൻ നോക്കട്ടെ. ഇതിൽ കഴിക്കണ്ടോടാ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ മതി. ഒരു ലേശം സ്പൈസിനെസ്സിൻ്റെ മിസ്സിങ് ഉണ്ട്. വേണ്ട ഷിറാച്ചിട്ടാ മതി. കുറച്ച് ഷിറാച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ സാധനം വേറെ ലെവലാവും. സാധനം മാറി. അപ്പം അതുപോലെ തന്നെ എല്ലാവരും ലാസ്റ്റ് എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ച് പോകാറ് ശരിയാണോ എന്നുള്ളത്. ന്യൂസിലാൻഡിലെന്നല്ല ലോകത്തിൽ എവിടെയും നമുക്ക് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണക്കും കൂടെ പറയാം. നമ്മളിന്ന് ഓൾറെഡി കുടിച്ച ഒരു കുപ്പിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ കുടിച്ചത് എന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ കുപ്പി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതേ നമ്മൾ കഴിഞ്ഞ ദിവസം അടിച്ച മറ്റേ ഈ ഒരു കുപ്പി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ഇന്ന് എടുത്തത് ആ കൂടിയിട്ട് 2 30 ml ആണ്.
പിന്നെ ഇവൻ ഇവിടെ ഒരു ജാക്ക് ഡാനിയേൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിന്ന് ഒരു കഷ്ടി 30 ml എടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ പോൾവിൻ കഴിച്ചത് ഈ ഒരു ഹൈനിക്കണും അതുപോലെ തന്നെ ഈ ഒരു കൊറോണയാണ്. അപ്പോൾ ഇവിടുത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെഗ് 30 ml 1 hour. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോഡി ഓൾമോസ്റ്റ് പ്രോസസ്സ് ചെയ്യാവുന്ന ആൽക്കഹോളിൻ്റെ അളവ് എന്ന് പറയുന്നത് 30 ml ഓഫ് ആൽക്കഹോളാണ്. ഇപ്പോൾ 30 ml കഴിക്കുകയാണ് എങ്കിൽ 3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാം. ഐ മീൻ ഓക്കെ. ഞാനിന്ന് കഴിച്ചത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2.5 പെഗ്ഗായിരിക്കും. ഗോൾഡ ഒരു 2.5 മണിക്കൂർ മുന്നേ ഒരു പെഗ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഷീ ഈസ് ഡ്രൈവിംഗ് ടുഡേ. അപ്പോൾ ഇനിയിപ്പോൾ അതിലും കൂടുതൽ നമ്മൾ മദ്യപിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഞങ്ങൾ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങും. അപ്പോൾ അതാണ് പരിപാടി. ആർക്കും ഉപദ്രവമില്ല. പിന്നെ ഞാൻ മിക്ക കള്ളടി പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാലും കുപ്പി കാണിക്കാറുണ്ട്. എന്താ വീക്കോ അല്ല, ഞാൻ പറഞ്ഞ കുപ്പി കാണിക്കാറുണ്ട് ഉദ്ദേശിച്ചത് എന്നും കുപ്പി ബാക്കിയാണ് അല്ലേ. മാക്സിമം 2 അല്ലെങ്കിൽ 2.5, അതിന് മേലെ അടിയില്ല. ഓക്കെ, അതെ, ഇന്ന് ഫുള്ള് യുദ്ധമായിരുന്നു ഇവിടെ ചർച്ച മൊത്തം. അപ്പോൾ സോ ഡ്രിങ്ക് റെസ്പോൺസിബിളി, ഡ്രിങ്ക് ലൈക്ക് എ ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൺ. തിങ്ക് അബൌട്ട് അവർ കിഡ്സ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. താങ്ക് യു. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ വേണ്ട നമുക്ക് അടുത്ത കാണാൻ. ബൈ ഫോർ നോ. ബൈ ബൈ ബൂം പാ.